ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 10th CBSE ബോർഡ് എക്സാമിങ് എത്താറായിരിക്കുവാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ പറയുന്ന മാസങ്ങളൊക്കെ കടന്നു പോകും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ വലിയ ടെൻഷനാണ്, സാർ ഇപ്പോൾ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ലെവലിലേ ഉള്ളൂ, എനിക്കൊരു ടോപ്പറിലോട്ട് എത്താൻ ഞാൻ എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് ഏറ്റവും മികച്ച മാർക്ക് എനിക്ക് ഉറപ്പാക്കാൻ സാധിക്കുക, എത്ര സമയം ഓരോ ദിവസവും ഫിസിക്സ് ഇരുന്ന് പഠിക്കണം, ഫോമുലാസും ന്യൂമറിക്കൽസും റേ ഡയഗ്രാംസും ഒക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുക. സിമിലറി മറ്റൊരു കാര്യം എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എത്ര തന്നെ പഠിച്ചാലും പരീക്ഷാ പേപ്പർ കാണുമ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട്. ഞാൻ പഠിച്ച ചോദ്യങ്ങളല്ലാതെ എന്തെങ്കിലും ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദ്യം കാണുമ്പോൾ എനിക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നില്ല. ഇതിനൊക്കെ ഞങ്ങൾക്കൊരു സൊല്യൂഷൻ വേണമെന്നാണ് നിങ്ങളെ ഓരോരുത്തരും എന്നോട് പറയുന്നത്. സോ അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, എല്ലാവരും പറയുന്ന കാര്യം, സാർ ഫിസിക്സ് ഞങ്ങൾ എത്ര സമയം ഓരോ ദിവസവും പഠിക്കണം, അതും ഏത് സമയത്തിരുന്ന് പഠിച്ചാലാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്, കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന കാര്യം പലരും ചോദിക്കാറുണ്ട്. അതിന് ഉത്തരം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് സമയത്തിരുന്ന് പഠിക്കുന്നു എന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുക. ഞാനൊരു 5 മണി മുതൽ ഒരു 6:30 വരെയൊക്കെ ഇരുന്ന് പഠിച്ചാൽ എനിക്കത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ എന്നെ പോലെ ആവണമെന്നില്ല നിങ്ങൾ ഓരോരുത്തരും, കാരണം എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ രാത്രി 7 മണി മുതൽ 10 മണി വരെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ ആ ഒരു സമയം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും ഓർത്തു വയ്ക്കാനും സാധിക്കുന്നത് എപ്പോൾ പഠിക്കുമ്പോഴാണ് എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ മൈൻഡ് ഡൈവേർട്ട് ആവുന്ന സമയമാണത്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കണ്ടാൽ മതി, പിന്നെ നമ്മൾ അതിൽ നിന്ന് മൊത്തത്തിൽ മാറി ഇൻസ്റ്റയിലാവും, റീൽസിലാവും, വാട്സപ്പിലോട്ടൊക്കെ മാറും. സോ ആ സമയമൊക്കെ അങ്ങനെ മാറി പോകാറുണ്ട്. സോ അതിനാൽ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ അടുത്തുനിന്ന് മാറ്റുക. അത് മൊബൈൽ ഫോൺ ആയിരിക്കാം, TV ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അവരാരാണെങ്കിലും, നിങ്ങളുടെ അടുത്തുള്ള സിബ്ലിങ്സ് ആണെങ്കിൽ പോലും അവരിൽ നിന്നൊന്ന് മാറിയിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്റ്റഡി ടേബിളിനടുത്തോ ഒരു റൂമിലോട്ടോ മാറിയിട്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം, എത്ര സമയം ഇരുന്നു പഠിക്കുന്നു എന്നതാണ്. മക്കളെ, അതിലും ഞാനൊരു വ്യക്തത വരുത്തി തരാം. നമ്മൾ എത്ര സമയം ഇരുന്നു പഠിക്കുന്നു എന്നതിലുപരിയായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതാണ് കാര്യം. അല്ലാതെ ഞാനൊരു 5 മണിക്കൂർ പഠിച്ചു, എനിക്ക് പരീക്ഷ മാർക്കൊന്നുമില്ല, ഞാൻ 1 മണിക്കൂറേ എല്ലാ ദിവസവും പഠിക്കുന്നുള്ളൂ, എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കാൻ സാധിച്ചു, ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. കാരണം നിങ്ങൾ എന്തു പഠിക്കുന്നു എന്നതാണ് പ്രധാനം, എത്ര നേരം പഠിക്കുന്നു എന്നതല്ല. സോ 1 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം സെൻഡ് ചെയ്യുക. കാരണം പല പാരൻസിനെയും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഞാനിരുന്ന് കുറേ സമയം ഹോംവർക്ക് ചെയ്യുന്നു, ഞാൻ കുറേ സമയം ഇരുന്ന് ഡെറിവേഷൻ ചെയ്യുന്നു, ഞാൻ കുറേ പടം വരച്ചുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ പഠിത്തത്തിൽ നിങ്ങൾ ഒരിക്കലും കൂട്ടാൻ പാടില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടി മാത്രം ടൈം മാറ്റിവെക്കുക, അതുമാത്രം നിങ്ങൾ ആ സമയത്ത് ചെയ്യുക. സാർ ഞാൻ അങ്ങനെ കുത്തിയിരുന്നു പഠിക്കാനിരുന്നാൽ പോലും ഫിസിക്സിനെ സംബന്ധിച്ച് എന്നെ ഏറ്റവും കുഴപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോർമുലാസ്, അതുൾപ്പെടുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഒപ്റ്റിക്സിനകത്ത് വരുന്ന റേ ഡയഗ്രാംസ്, ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമല്ല. ഞാൻ എത്ര തന്നെ ഇവന്മാരെയൊക്കെ പഠിക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടാലും എനിക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെനിക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? മക്കളെ, ആദ്യം പറയുന്ന കാര്യം, എന്തും എളുപ്പത്തിൽ നേടിയെടുക്കുക എന്നുള്ളത് പോസിബിൾ ആയ കാര്യമല്ല. നിങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വീക്ക്ലി വൺസ് അതിനെപ്പറ്റി ബോധർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക. നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അതിനെപ്പറ്റി ആലോചിക്കണം, എല്ലാ ദിവസവും അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കാര്യം വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് റേ ഡയഗ്രാം ആണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും മുഴുവൻ റേ ഡയഗ്രാമും വരച്ചു നോക്കണം. ഫോമുലാസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന് മുകളിൽ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി എന്നുള്ള മുഴുവൻ ഫോമുലാസും എഴുതി വെക്കുക. എല്ലാ ദിവസവും ആ ഫോമുലാസ് ഒന്ന് നോക്കുക. ഒരു ദിവസം കാണുമ്പോൾ നിങ്ങൾക്കത് പുതിയതായി തോന്നാം, എല്ലാ ദിവസവും ആ ഫോമുലാസ് നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരില്ല, അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഡ് ആയിരിക്കും. സോ ആഴ്ചയിൽ ഒരിക്കൽ റേ ഡയഗ്രാംസ് വരച്ച് നിങ്ങൾ ശീലിക്കുക. അതുപോലെ തന്നെ ഫോമുലാസ് എല്ലാ ദിവസവും കണ്ടു നോക്കുക. ഉറപ്പായും ഈ പറയുന്ന ഫോമുലാസും ന്യൂമറിക്കൽസും ഒന്നും നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. അടുത്ത കാര്യം,
സാർ ഞാൻ പഠിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്കൊന്ന് പുസ്തകം തുറന്നാൽ സാർ മടിയാണ്, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ചാപ്റ്റർ ഒന്നും എന്നെ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പല കുട്ടികളും പറയാം. നിങ്ങൾ എന്തിനാണ് മക്കളെ ഒരു ഇരുത്തത്തിൽ തന്നെ ഒരു ചാപ്റ്റർ പഠിക്കാൻ നോക്കുന്നത്? നമ്മുടെ ഫിസിക്സിൽ നിങ്ങൾക്ക് അത്രത്തോളം ചാപ്റ്ററേ ഇല്ല, വളരെ കുറവ് ചാപ്റ്റേഴ്സേ ഫിസിക്സിനകത്ത് പഠിക്കാനുള്ളൂ. ഒരാഴ്ച ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഒരു മാസം കൊണ്ട് മുഴുവൻ സിലബസും നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും, ശരിയല്ലേ? ഒരാഴ്ച ഒരു ചാപ്റ്റർ മതി, ഒരു മാസം കൊണ്ട് മുഴുവനും നമുക്ക് സെറ്റാക്കി എടുക്കാം. ആ ഒരാഴ്ച എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. സപ്പോസ് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് പഠിക്കാനിരിക്കുന്നത് വിചാരിക്കുക. ഒരാഴ്ച ഇലക്ട്രിസിറ്റി തീർക്കണമെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിനെ ആദ്യം 7 കഷ്ണങ്ങളാക്കി മാറ്റണം, 7 പാർട്ടുകളാക്കി മാറ്റുക. എന്നിട്ട് ഓരോ പാർട്ടും കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾ മൊത്തം പുസ്തകത്തിനെ പറ്റി നിങ്ങൾ ബോധോടല്ല, ബാക്കി അതായത് ആ പാർട്ടിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തു പഠിക്കുന്നുവോ അതിനെപ്പറ്റി മാത്രം നിങ്ങൾ ആലോചിക്കുക. അതുമായി സപ്പോർട്ടീവായ PYQs നിങ്ങൾ ചെയ്യുക. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ജസ്റ്റ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ വന്നത്, ഇനി ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്ന രീതിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കണം. കാരണം കുറേ തിയറിയോ കുറേ ഡെറിവേഷനോ പഠിച്ചിട്ട് കാര്യമില്ല. പരീക്ഷയ്ക്ക് അതൊക്കെ വരുമ്പോൾ ഉത്തരം എഴുതിയാൽ മാത്രമല്ലേ കാര്യമുള്ളൂ. സോ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ പഠനത്തിന് മാറ്റുക. സോ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിനെ 7 പാർട്ടാക്കി മാറ്റുക. ആ പാർട്ട് കൃത്യമായി കോണ്ടന്റ് മനസ്സിലാക്കുക, അതിന്റെ ഫോർമുലാസ് എഴുതി വെക്കുക, അതിന് റേ ഡയഗ്രാംസ് ഉണ്ട്, ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ വരയ്ക്കുക, അതുമായി ബന്ധപ്പെട്ട PYQs വർക്കൗട്ട് ചെയ്യുക. സോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ചാപ്റ്റർ പോലും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. എത്ര സമയം പഠിക്കണം എന്ന കാര്യത്തിൽ ഞാനൊരു വ്യക്തത വരുത്തി തന്നു. എങ്കിൽ പോലും ഒരു 30 മണിക്കൂറെങ്കിലും ഒരു മാസം ഫിസിക്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും, എല്ലാ ദിവസവും 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഫിസിക്സ് പഠിച്ചു ഞാൻ 2 മണിക്കൂർ, നാളെ ഫിസിക്സ് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, മറ്റന്നാൾ ഒരു 2 മണിക്കൂർ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ ഒരു മാസം ഒരു 30 മണിക്കൂറെങ്കിലും ഫിസിക്സിന് വേണ്ടി നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ PYQന്റെ കൂടെ തന്നെ കോട്ട് ചെയ്യുന്ന കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നല്ല, ആ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്തു എന്നതിലിരിക്കുന്നു നമുക്ക് ലഭിക്കാൻ പോകുന്ന മാർക്കുകൾ. ഞാൻ കുറേ പഠിച്ചു, പരീക്ഷയിൽ ഞാൻ ഒന്നും എഴുതിയില്ല, കാര്യമുണ്ടോ? ഇല്ല. കാരണം പരീക്ഷയുടെ തലേനാള് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചത് മുഴുവൻ ബ്രഷപ്പ് ചെയ്ത് തീർന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് വല്ലതും നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. സോ അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ റിവിഷന് കൊടുക്കുക. റിവിഷന് വേണ്ടി ടൈം അലോക്കേറ്റ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്രഷപ്പ് ചെയ്യുക. നമ്മൾ ആരും റോബോട്ടുകളല്ല. ഒരു തവണ പഠിച്ചാൽ തലയ്ക്കകത്ത് ഓൾവേസ് അത് നിലനിൽക്കുകയില്ല. പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നുപോകും, സ്വാഭാവികമാണ്, മനുഷ്യരാണ്. അതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പൊടി തട്ടിയെടുക്കുക. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ടീച്ചേഴ്സും എത്ര തന്നെ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ആണെങ്കിലും എത്ര തന്നെ കോൺഫിഡൻ്റ് ആയ ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഒരു ലൈവിൽ കയറുന്നതിന് മുമ്പ് ഉറപ്പായും നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ടേ കയറാറുള്ളൂ. എത്ര നമ്മൾ പഠിച്ച് ശീലിച്ചതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി തട്ടിയെടുക്കുക, ബ്രഷപ്പ് ചെയ്തെടുക്കുക. അവസാനത്തെ കാര്യം അത് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ്. പല കുട്ടികളും എത്ര പഠിച്ചിട്ടും പരീക്ഷയിൽ മാർക്ക് കിട്ടാത്തതിന് അവർ പറയുന്ന കാര്യം, സാർ ടെൻഷനാണ് സാർ, സാർ പേടിയാണ് സാർ. എന്തിനെയാടാ മക്കളെ നിങ്ങൾ പേടിക്കുന്നത്? തല പോകുന്ന കാര്യമൊന്നുമല്ല, ഒരു പരീക്ഷയല്ലേ. ആ പരീക്ഷയുടെ സെൻസിൽ നിങ്ങൾ നേരിടുക. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ അറ്റൈൻ ചെയ്യുക. എന്തായാലും ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, ഇനി ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ഞാനത് ക്രാക്ക് ചെയ്യും എന്ന കോൺഫിഡൻസിൽ നിങ്ങൾ ഓരോരുത്തരും നിൽക്കുക. ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു വിശ്വാസമില്ലാതെ നിങ്ങൾ എന്തു പഠിച്ചിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന ഫിസിക്സിനകത്തുള്ള A1 എന്ന് പറയുന്നത്. അത് ഞാൻ നേടിയെടുക്കും, അതിനുള്ള എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടും എന്ന തോന്നൽ, എന്ന കോൺഫിഡൻസ്, എന്ന മെൻറ്റാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ മറ്റൊരാൾ വേണം എന്ന തോന്നൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് എനിക്ക് ഞാനേ ഉള്ളൂ, ഞാൻ പഠിച്ചാലേ കാര്യമുള്ളൂ, ഞാൻ പഠിച്ചാലേ എനിക്ക് SSLCയിൽ അഥവാ എനിക്ക് എൻ്റെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന തോന്നൽ ഈ മൊമെന്റിലെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. കാരണം നിങ്ങൾ ഈ റിയലൈസേഷൻ ലേറ്റ് ആവും തോറും നമ്മുടെ മുന്നിലുള്ള സമയവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സീരിയസ്നെസ് റിയലൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ മുതൽ ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് പഠിക്കും, അല്ലെങ്കിൽ നാളെ മുതൽ കൃത്യമായി വെൽ സ്ട്രക്ചേർഡ് ആയ ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ പഠിക്കാൻ തുടങ്ങും. ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും എഫക്റ്റീവായി ഞാൻ പഠിച്ചിരിക്കും എന്ന തോന്നൽ, എന്ന ഡിസിഷൻ നിങ്ങൾ ഈ മൊമെന്റിൽ എടുക്കുക. ഇപ്പോഴെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുക. നാളേക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മുടെ മുന്നിൽ സമയമില്ല. സമയത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊമെന്റിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുക, ഇപ്പോൾ വലിയ തീരുമാനങ്ങൾ എടുക്കുക. കൃത്യമായി തന്നെ സ്ട്രക്ചർ ചെയ്ത് പഠിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളത്. ആ തോന്നലോടെ കൂടി തന്നെ എല്ലാവരും പഠിക്കുക. സൈലം കൂടെയുണ്ട്, ഫിസിക്സ് ഗംഭീരമാക്കാൻ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, യെസ് ഞാൻ നാളെ മുതൽ പഠിക്കും, ഞാൻ തകർക്കും, ഞാൻ മറിക്കും എന്നൊക്കെ തോന്നൽ വരും. പക്ഷെ മക്കളെ, ആ തോന്നൽ എക്സിക്യൂട്ട് ചെയ്യാൻ അറിയില്ല. എനിക്ക് സ്വന്തമായ ഒരു ടൈം ടേബിൾ
ഉണ്ടാക്കി സ്ട്രക്ചർ ചെയ്ത് പഠിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൂടിയേ തീരൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റെങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അതിനാണ് സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗംഭീരമായി ഒന്നേന്ന് പഠിക്കാൻ പോവുകയാണ്. എവിടെയും തുടങ്ങാത്ത കുട്ടിയാണ്, എനിക്ക് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കണം എന്ന് വെച്ചാൽ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ബാച്ചാണ് സൈലത്തിന്റെ എൻഡ് ഗെയിം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നേന്ന് പഠിക്കും, എല്ലാ കോൺസെപ്റ്റുകളും പഠിക്കും, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ സൈലത്തിലോട്ട് വന്നാൽ മാത്രം മതി, എൻഡ് ഗെയിം ബാച്ചിനകത്ത് അഡ്മിഷൻ എടുത്താൽ മാത്രം മതി. സോ ഗൈസ്, ഒട്ടും ലേറ്റ് ആക്കരുത്. എൻഡ് ഗെയിമിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, അതായത് സ്വന്തമായിട്ട് പഠിച്ചാൽ എനിക്ക് എത്തുകയില്ല, നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് അഡ്മിഷൻ എടുക്കുക. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഫിസിക്സ് ഗംഭീരമാക്കാൻ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. ഉഷാറാക്കുക.